ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം എല്ലാ കൂട്ടുകാർക്കും ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ 2025 ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ടീം തിരുവോണമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഓണാഘോഷം തുടങ്ങുന്നത് അത്തപ്പൂക്കള മത്സരത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വരേണ്ടി വന്നു കേട്ടോ. രാവിലെ 6 മണി മുതൽ 9 മണി വരെയായിരുന്നു. അങ്ങനെ അത്തപ്പൂക്കള മത്സരമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നോളജ് ഹബിലേക്ക് പോയി കേട്ടോ. അവിടെ മലയാളി മംഗ കോമ്പറ്റീഷന്റെ റിഹേഴ്സൽ നടക്കായിരുന്നു. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓടി വന്നു. എങ്ങോട്ടാണെന്നറിയോ? ഓണസദ്യ കഴിക്കണ്ടേ? ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യയാണ് ഇത്. ഓർത്തോ ടീമിന്റെ ആണ് കേട്ടോ. അവരുടെ വളരെ മനോഹരമായിട്ടുള്ള മാവേലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബിൽ ആസ്വദിച്ചിരുന്നിട്ട് ഓണസദ്യ കഴിച്ചു. ഞങ്ങളുടെ കൊല്ലം സ്റ്റൈൽ ഓണസദ്യ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ പരിപ്പ്, പപ്പടം, എന്താ പറയുക, നെയ്യൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. സാമ്പാറൊക്കെ രണ്ടാമത്തെ ട്രിപ്പിലാണ് വരുന്നത്. എനി ഹൗ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. പക്ഷേ സദ്യ തിരുവനന്തപുരം, കൊല്ലമാണ് ദ ബെസ്റ്റ് എൻ്റെ അഭിപ്രായം. സാധാരണ സദ്യ കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് മലയാളി മംഗ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടണ്ടേ. 2 മണിക്കൂർ മേക്കപ്പിന് ശേഷമാണ് എന്നെ ഈ കോലത്തിൽ എത്തിച്ചത് കേട്ടോ. ഞാനീ ചിരിച്ചിരിക്കുന്നെങ്കിലും എൻ്റെ കൈയൊക്കെ ഭയങ്കര കോൾഡ് ആയിട്ടിരിക്കും. ബിക്കോസ് ആ സ്റ്റേജിൽ കയറിയിട്ട് എങ്ങനെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും ടോപ്പിക്ക്, നമുക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക്ക് തരില്ല. ഇതൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. പക്ഷേ സ്റ്റേജ് കയറുന്നതിന് മുന്നേ വരെ ഭയങ്കര വിറയിലാണെങ്കിലും സ്റ്റേജ് കയറിയപ്പോൾ ഞാൻ ഓക്കെ ആയി. അങ്ങനെ ടെൻഷൻ അടിച്ച് കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നു ഗൈസ്. എനിക്ക് ടോപ്പിക്കും കിട്ടി. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് പായസം ഇഷ്ടമേ അല്ല. പായസം എന്നല്ല, മധുരമുള്ള ഒരു സാധനങ്ങളും എനിക്കിഷ്ടമല്ല. ഇന്നത്തെ പായസം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ഓണത്തിനൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി ഒരു കാലം പായസം കുടിച്ച് പറ്റിക്കേണ്ടി വന്നു.